الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم ولا تجعلوا لله أندادا وأنتم تعلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മനുഷ്യ മനസ്സിൻ്റെ ചിന്തകളെപ്പോലെ, വികാരങ്ങളെപ്പോലെ മഴയും വെയിലുമൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. മഴയുടെ ഭാവനകൾ ഉണർത്തുകയും നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. കവി പാടിയതുപോലെ യെ ദൗലത്ത് ബി ലേലോ യെ ശഹറത്ത് ബി ലേലോ ഭലേ ചീൻ ലോ മുझसे സാരേ ജവാനി മഗർ മുझको ലോട്ടാ ഓ ബച്പൻ കാ സാവൻ ഓ കാഗസ് കാ കഷ്കി ഓ ബാരിഷ് കാ പാനി. നിങ്ങൾ എൻ്റെ സ്വത്തും പ്രശസ്തിയും യുവത്വവും ഒക്കെ നിങ്ങൾ എടുത്തോളൂ, പകരം ആ മഴക്കാലവും എൻ്റെ കടലാസു തോണിയും തിരിച്ചു തരൂ എന്ന് പറഞ്ഞതുപോലെ ചെറുപ്പത്തിൻ്റെ ഓർമ്മകൾ കൂടി ഉണർത്തുന്നതാണ് മഴ. എന്നാൽ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ ജീവിതത്തിലും മഴ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. റെയിൻ റെയിൻ ഗോ അവേ എന്ന് പറഞ്ഞ നഴ്സറി പാട്ട് മുതൽ മഴ നടത്തം വരെയുള്ള സംഗതികളിലെല്ലാം കേരളീയ ജീവിതത്തിൽ മഴ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മഴ ഭീതിയുടെ ഭാവമാണ് ഉണർന്നിട്ടുള്ളത്. അത് മഴയുടെ കുഴപ്പമല്ല, പ്രകൃതിയെ കരുതാതെയുള്ള മനുഷ്യന്റെ കയ്യേറ്റങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. ലാഭക്കൊതിയും നിലക്കാത്ത ആർത്തിയുമാണ് ലോകത്തെ മിക്കവാറും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെയും ഭരണാധികാരികളെയും വിലക്കെടുക്കാൻ പോന്ന കോർപ്പറേറ്റ് അദാനിമാർ നിർമ്മിക്കുന്ന സംസ്ഥാന അന്തർദേശീയ പാതകൾ പോലും അഴിമതിയുടെ വീഴലുകളാൽ നാം കാണുന്നു. ഒരൊറ്റ മഴയെപ്പോലും പ്രതിരോധിക്കാൻ അതിനാവുന്നില്ല. ഇന്നത്തെ മഴ കാലം തെറ്റി പ്രവചനാതീതമായ വിധത്തിലാണ് പെയ്യുന്നത്. പണ്ടൊക്കെ കൃഷിക്കാരെ മഴയെ വളരെ കൃത്യമായി പ്രവചിച്ചിരുന്നുവെന്ന് മലബാർ മാനുവൽ എഴുതിയ വില്യം ലോഗൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പ്രകൃതിയുടെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2015 അശാസ്ത്രീയമായ നഗര വികസനത്തിൻ്റെ ദുരിതം കൊണ്ടാണ് ചെന്നൈ നഗരം വലിയ പ്രളയക്കെടുതിയിൽ അകപ്പെട്ടിട്ടുള്ളത്. സോവിയറ്റ് റഷ്യയിലെ ആരാൽ കടൽ, അതിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത് 2 പ്രധാന നദികളിലൂടെയാണ്. കൃഷിക്ക് വേണ്ടിയാണെങ്കിൽ തന്നെയും അനിയന്ത്രിതമായ ആ 2 നദികളിലെയും വെള്ളം തിരിച്ചുവിട്ടപ്പോൾ അവിടെ വലിയ ദുരിതമുണ്ടായി. അതുപോലെ തന്നെ ചൈനയിലെ മഞ്ഞ നദി ഒരിറ്റ് കര കവിഞ്ഞൊഴുകിയപ്പോൾ അതിനെ തടയാൻ വിടാൻ വേണ്ടി 2 കരയും ഉയർന്ന മതിലുകൾ കെട്ടിയുണർത്തിയപ്പോൾ
നദികളിലൂടെ ഒഴുകിയെത്തിയ മണലും ചണ്ടിയുമൊക്കെ അടഞ്ഞുകൊണ്ട് അതിനേക്കാൾ വലിയ പ്രളയം ചൈനയിലുണ്ടായി. നമ്മുടെ നാട്ടിൽ ഉത്തരാഖണ്ഡിൽ പാലവും റോഡുകളും കെട്ടിടങ്ങളുമൊക്കെ വികസനത്തിൻ്റെ പേരിലാണെങ്കിലും അവിടുത്തെ തീർത്ഥാടകരുടെ പേരിലാണെങ്കിലും ഒക്കെ പ്രകൃതിയെ പരിഗണിക്കാതെ ഉണ്ടായപ്പോൾ അവിടെയും വലിയ ദുരിതം നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം വരെ മഴ തിമിർത്തു പെയ്യുകയായിരുന്നു. ചൂടിനെ പഴിച്ചിരുന്നവർ നശിച്ച മഴ എന്ന് പറയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും അനുഗ്രഹവുമാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ 22-ാം വചനം, അതുപോലെ സൂറത്തുൽ ലുഖ്മാനിലെ 10-ാം വചനം, വൻസില്ലാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, അതുപോലെ സൂറത്തുൽ ഫുസ്സിലത്തിലും അൻആമിലും ഇക്കാര്യം അള്ളാഹു ഉണർത്തുന്നു. മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിക്കൊണ്ട് ഇവിടെ സസ്യങ്ങൾ മുളച്ചു പൊങ്ങാൻ വേണ്ടി, നമ്മുടെ റിസ്കിന് വേണ്ടിയൊക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളതാണ്. ജലസ്രോതസ്സുകളായ കിണറുകളും കുളങ്ങളും തടാകങ്ങളും നദികളുമൊക്കെ നമ്മുടെ ഉപയോഗം കൊണ്ടും ബാഷ്പീകരണമൊക്കെ മെലിയുമ്പോൾ അള്ളാഹു അവൻ്റെ അനുഗ്രഹമായ മഴ കൊണ്ട് അതിനെ റീഫിൽ ചെയ്യുന്നു. വരണ്ട ഭൂമിയെ ജീവനുള്ളതാക്കുകയും കൃഷിക്കും കുടിക്കാനും പ്രാഥമികമായ ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ അത്യാവശ്യമായ ജലം ഈ മഴയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. മഴയ്ക്ക് മുന്നോടിയായി അള്ളാഹു അയക്കുന്ന കാറ്റുകളെക്കുറിച്ചും സന്തോഷ വാർത്തയുമായി അയക്കുന്ന കാറ്റുകളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ നൂറിലും സൂറത്തുൽ ഹിജ്റിലും ഫുർഖാനിലും ആറാഫിലും ഒക്കെ നമുക്കത് കാണാം. സൂറത്തുൽ റൂമിലെ വചനം ഇങ്ങനെയാണ്: അല്ലാഹുല്ലദീ യുർസിലു റിയാഹ വതുസീറു സഹാബ, അള്ളാഹു ആകുന്നു കാറ്റുകൾ അയക്കുന്നവൻ, എന്നിട്ട് അവ മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നു, ഇളക്കി വിടുന്നു. തുടർന്ന് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം ആകാശത്ത് അവയെ പരത്തുന്നു, പല കഷണങ്ങളിലാക്കി. എന്നിട്ട് താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് താൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി അതിനടിയിൽ നിന്നും അള്ളാഹു മഴ പെയ്യിക്കുന്നു. ഇദാഹും യസ്തബ്ശിറൂൻ, അപ്പോൾ അവരതാ സന്തുഷ്ടരായി മാറുന്നു. സൂറത്തുൽ ഫുർഖാനിൽ 25-ാമത്തെ സൂറത്തിൽ 49-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു: ബൽദത്തൻ മൈത, നിർജീവമായ നാടിനെ അള്ളാഹു അങ്ങനെയാണ് ജീവൻ നൽകുന്നത്. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യർക്കും കന്നുകാലികൾക്കും കുടിപ്പാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായുമൊക്കെയാണ് മഴ എന്നാണ് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ ആറാഫിൽ അള്ളാഹു പറയുന്നു: ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്തിൻ, എല്ലാ കായ്കനികളും അള്ളാഹു ഈ മഴ മൂലം പുറത്തു കൊണ്ടുവരുന്നു. ഇങ്ങനെ കുറ്റമറ്റ രീതിയിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് മഴ സംവിധാനിച്ചത് എന്നും ആ മഴയെക്കുറിച്ചുള്ള അങ്ങനെയുള്ള സവിശേഷമായ ഓർമ്മയാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായും കൊച്ചു കുഞ്ഞുങ്ങളോടും മൃഗങ്ങളോടുമൊക്കെ അള്ളാഹുവിനുള്ള കാരുണ്യമായുമൊക്കെ അനുഗ്രഹമായിട്ടാണ് മഴ പെയ്യിക്കുന്നത്. ഇങ്ങനെ അനുഗ്രഹമായി പെയ്യുന്ന മഴ ശിക്ഷയുമാവുന്ന അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയും ഖുർആനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. നൂഹിന്റെ ജനത നിഷേധിച്ചു തള്ളിയപ്പോൾ സൂറത്തുൽ ഖമറിൽ അള്ളാഹു പറയുന്നു: ഫതഹ്നാ അബ്വാബസ് സമാഇ ലിമാഇൻ മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന വെള്ളവും കൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ അള്ളാഹു അങ്ങ് തുറന്നു. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു പറയുന്നത്. ഫതഹ്നാ അബ്വാബസ് സമാഇ ലിമാഇൻ മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന വെള്ളവും കൊണ്ട് അള്ളാഹുവിന്റെ ആകാശത്തിന്റെ കവാടങ്ങൾ അങ്ങ് തുറന്നു. എന്നിട്ടോ ഫജർനൽ അല്ലാഹു ഉയൂനൻ ഫൽതഖൽ മാഉ അലാ അംറിൻ ഖദ് ഖുദിർ, ഭൂമിയിൽ ഉറവുകൾ നാം പൊട്ടിക്കുകയും നിർണയിക്കപ്പെട്ട ഒരു കാര്യത്തിനായി ആ ജലം അങ്ങ് സന്ധിക്കുകയും ചെയ്തു. എത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ സാഹിത്യ പ്രയോഗങ്ങൾ. നിർണയിക്കപ്പെട്ട ഒരു കാര്യത്തിനായി ജലം സന്ധിച്ചു. ആ വിശ്വാസികളോടൊക്കെ ഒഴികെ മുഴുവൻ ജനങ്ങളെയും അള്ളാഹു ആ സന്ധിക്കലിലൂടെ മുക്കി നശിപ്പിച്ചു. ലൂത്തിന്റെ ജനത അതിരുവിട്ടപ്പോൾ അള്ളാഹു പറഞ്ഞു: വഅംതർനാ അലൈഹിം മത്റ, സൂറത്തുൻ നംലിൽ അവരുടെ മേൽ നാം ഒരു കല്ലുമഴ വർഷിപ്പിച്ചു. അതുപോലെ മൂസ അലൈഹിസ്സലാമിന്റെ എതിരാളികൾക്ക് മേൽ വർഷിക്കപ്പെട്ട രക്തമഴയെക്കുറിച്ച് അള്ളാഹു ശിക്ഷയുടെ അടയാളമായി സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ അൻആമിൽ.
ഇങ്ങനെ എത്ര തലമുറ മഴയാൽ അവരുടെ പാപങ്ങൾ നിമിത്തം അള്ളാഹു നശിപ്പിച്ചു. വേറെ തലമുറയെ അള്ളാഹു അവർക്ക് അനന്തരാവകാശികളായി കൊണ്ടുവന്നു. യമനിൽ മാരിവൾ അവർ തന്നെ ഉണ്ടാക്കിയ അണക്കെട്ട് പൊട്ടി. കൃഷിക്കും ജലസേചനത്തിനും ഞങ്ങൾ വലിയ പുരോഗതിയാണ് എന്ന് പറഞ്ഞ അവരെ അഹങ്കരിച്ചതിന്റെ പേരിൽ ആ ഫലഭൂയിഷ്ടമായ പ്രദേശത്തെ മുഴുവൻ കാട്ടുചെടികളും മുൾച്ചെടികളും മാത്രമുള്ള പ്രദേശമായി അള്ളാഹു മാറ്റി എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ചെയ്തികളെ കുറിച്ചാണ് ഈ മഴ നമുക്ക് ശിക്ഷയാവാതിരിക്കാനാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത്. മഴ പെയ്യുമ്പോൾ അള്ളാഹു പ്രാർത്ഥിക്കാൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, അള്ളാഹുവേ ഈ പെയ്യുന്ന മഴ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ എന്ന്. അതുപോലെ മഴ കനത്ത് പെയ്യുമ്പോൾ അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈന എന്ന് തുടങ്ങിയ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളിൽ നിന്ന് ഇത് നീക്കി ചുറ്റുപാടുകളിൽ, അവിടെ കുന്നുകളിലും മലകളിലും മലഞ്ചെരുവുകളിലും വൃക്ഷങ്ങൾ തിങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും നീ വ്യാപിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഇതുപോലെ കാറ്റടിക്കുമ്പോൾ അല്ലാഹുവിന്നീ അസ്അലുക ഖൈറഹ വഅഊദു ബിക മിൻ ശർരിഹ, അല്ലാഹുവേ ഈ കാറ്റിന്റെ ഖൈറിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നു, ഉത്തമമായതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നു, നിന്നിൽ നിന്ന് ഞാൻ ഇതിന്റെ കെടുതിയെ ഞാൻ കാവൽ തേടുന്നു എന്നുള്ള പ്രാർത്ഥന. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 നേരത്തെ പ്രാർത്ഥന അള്ളാഹു തടയപ്പെടില്ല. ബാങ്ക് വിളിക്കുമ്പോഴും മഴ പെയ്യുമ്പോഴുള്ള നമ്മുടെ പ്രാർത്ഥനയെ അള്ളാഹു തിരസ്കരിക്കില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് ഇസ്ലാം പറയുന്നത്? ഇങ്ങനെ ശാസ്ത്രീയമായ മഴങ്ങളുടെ വശങ്ങൾ ഇസ്ലാം പറയുന്നത് ശാസ്ത്രം പറയാനല്ല, നമ്മിൽ പരലോക ചിന്തയും നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. സൂറത്തുൽ ഫുസ്സിലത്തിൽ വരണ്ട ഭൂമിയെ ചലനമുള്ളതാക്കി അങ്ങനെ അതിന് ജീവൻ നൽകുന്നവൻ, ഇന്നല്ലദീ അഹിയാന ലയുഹ്യിൽ മൗത, തീർച്ചയായും മരിച്ചവർക്കും ഇതുപോലെ അള്ളാഹു ജീവൻ നൽകും എന്ന് പറയുന്നിടത്തും മഴയെ ഉദാഹരിക്കുന്നു. കാറ്റുകളയച്ച്, സൂറത്തുൽ ആറാഫിൽ കാറ്റുകളയച്ച് ഭാരിച്ച മേഘത്തെ നിർജീവമായ നാടുകളിലേക്ക് അവൻ അയക്കുകയും അവിടെ നിന്ന് മഴ വർഷിച്ച് കായ്കനികൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ ശേഷം കദാലിക നുഖ്രിജുൽ മൗതാ ലഅല്ലകും തദക്കറൂൻ, അപ്രകാരമാണ് അള്ളാഹു മരിച്ചവരെയും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്നവർ ആയേക്കാം എന്നാണ് അള്ളാഹു ആയത്തിന്റെ അവസാനം പറയുന്നത്. ഇങ്ങനെ വലിയ ദൃഷ്ടാന്തമായും ഭയവും ആശയും ഉണർത്തിക്കൊണ്ട് നമ്മിലേക്ക് വരുന്ന മിന്നലുകളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തമാണ് എന്നാണ് ഈ മഴയെയും മിന്നലുകളെയും ഒക്കെ, കണ്ണുകൾ റാഞ്ചിക്കൊണ്ടുപോകുന്ന മിന്നലുകളെ കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് സൂറത്ത് റൂമിലും മറ്റും. വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ ഇദാ ദഅാകുമുദ് ദഅവ, പിന്നെ ഒരു വിളി വിളിച്ചാൽ നിങ്ങളതാ പുറത്തു വരുന്നു എന്ന് നമ്മൾ മരിച്ച എങ്ങനെയാണ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു. സൂറത്തുൽ കാഫിറും സൂറത്തുൽ ഫാത്തിറിലുമൊക്കെ കദാലിക്കൽ ഖുറൂജ് കദാലിക്കൻ നുശൂർ, അപ്രകാരം തന്നെയാകുന്നു ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ഖബറുകളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു ഉദാഹരിക്കുന്നു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലും കാഹളത്തിൽ ഊതപ്പെട്ടാൽ, 2ാമത് ഊതപ്പെട്ടാൽ മനുഷ്യൻ മുളച്ചു പൊന്തും എന്നാണ് ഹദീസിലെ വാക്കുകളിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ മഴയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. സൂറത്തുൽ ഹിജ്റിൽ നിങ്ങൾക്കത് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല എന്നൊരു സൂചന അള്ളാഹു നൽകുന്നുണ്ട്. ലിബിയയിലെ 90% മരുഭൂമിയാണ്. അവിടെ 100 മില്ലിമീറ്റർ മഴ പെയ്യുന്ന സ്ഥലങ്ങൾ തന്നെ 5% കുറവാണ്. എന്നാൽ അവിടെ അതിനോടനുബന്ധിച്ച മറ്റ് നാടുകളിലുമൊക്കെ പരന്നു കിടക്കുന്ന സഹാറ മരുഭൂമിയുടെ താഴെ NSAS എന്ന് പറയുന്ന നുബ്ലിയൻ സാൻഡ്സ്റ്റോൺ അക്വിഫയർ സിസ്റ്റം എന്ന് പറയുന്ന ഭയാനകമായ ഫോസിൽ ജലശേഖരമുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. അങ്ങനെയുള്ള 20 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് അതിന്റെ വ്യാപ്തി, കേരളത്തിന്റെ 50 ഇരട്ടി. ഈ ഫോസിൽ ജലശേഖരം 4000-നും 20,000-നും വർഷങ്ങൾക്കപ്പുറം ശേഖരിക്കപ്പെട്ടതാണ് ഭൂമിക്കടിയിൽ. ഇത് ഖനനം ചെയ്തുകൊണ്ട് 1600 കിലോമീറ്റർ അപ്പുറമുള്ള ട്രിപ്പോളിയിലേക്ക് ഈ ജലം ലിബിയയിൽ എത്തിക്കുന്നു. ഇതിനായുള്ള ഭീമൻ പൈപ്പുകൾക്ക് 2820 കിലോമീറ്റർ വരുമെന്ന് അടുത്ത ദിവസം പത്രത്തിൽ ഉണ്ടായിരുന്നു.
500-ലേറെ മീറ്റർ താഴമുള്ള 1300 കിണറുകൾ അതിനായി ഈ ശൃംഖലയിലുണ്ട്. ദിനേന 65 ഘനമീറ്റർ അഥവാ 650 കോടി ലിറ്റർ വെള്ളമെടുത്തിട്ടും ഇനിയും 1000 വർഷത്തേക്ക് ആ ജലശേഖരം തികയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രപഞ്ചവിധാതാവ് ഇതൊന്നും അള്ളാഹുവെ ഇതൊന്നും ഇത് വൃഥാവിൽ സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുവിഭാഗത്തിന്റെയും നിങ്ങളുടെ ജിന്നിന്റെയും ഇൻസിന്റെയും ഒക്കെ രക്ഷിതാക്കളുടെ പിന്നെ ഏതിന്റെ അനുഗ്രഹങ്ങളിലാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? ഏത് അനുഗ്രഹങ്ങളെ ആണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? അള്ളാഹു ചോദിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാനും അത് യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് നല്ല വിശ്വാസികളായി പുലരാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ മുഅ്മിനുൽ ജബ്ബാർ അൽ മുഗൈമിനുൽ ഗഫാർ ഗാഫിറുൽ ദംബി വഖാബിലുത് തൗബ് ലഹുൽ കിതാബ് ഇലൈഹി ഇയാബ് വഅലൈഹിൽ ഹിസാബ് യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി നമ്മളെ പഠിച്ചു പരിപാലിക്കുന്ന റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. മഴയെക്കുറിച്ചും അള്ളാഹു ഇവിടെ ശേഖരിക്കപ്പെട്ട വെള്ളത്തെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. വൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് ഇറക്കിയ വെള്ളം എന്ന് 29 സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്. അതിൽ 24 സൂക്തങ്ങളും ആകാശവുമായി ബന്ധപ്പെട്ടാണ്. 5 സൂക്തങ്ങളിൽ മേഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന്, അള്ളാഹുവിൻ്റെ ഒരു വലിയ പ്രതിഭാസമാണെന്നുമൊക്കെ മഴയെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴ ചില പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മൺസൂൺ കാലമൊക്കെ. കൂടുതൽ പ്രദേശങ്ങൾ വരണ്ട പ്രദേശങ്ങളാണ്. ഒരുപാട് പ്രയോഗങ്ങളിൽ അള്ളാഹു മഴയെ വ്യതിരിക്തമായി പറയുന്നുണ്ട്. സ്വയ്യിബ്, വാബില്, പൊല്ല്, റജ്, റൈസ്. അനുഗ്രഹമായ മഴയെക്കുറിച്ച് റൈസ് എന്ന് പറയുമ്പോൾ പ്രയാസകരമായ ശിക്ഷയായ മഴയെക്കുറിച്ച് മത്തുർ എന്ന പദമാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. എന്നാൽ വയാ ഖൗം ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുകയും നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. യുർസിലുസ് സമാഉ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് സമൃദ്ധമായ മഴ അവൻ അയച്ചു തരും. അപ്പോൾ നമ്മൾ പാപമോചനം തേടിയാൽ, നമ്മൾ പശ്ചാത്തപിച്ചാൽ അള്ളാഹു നമുക്ക് സമൃദ്ധമായ മഴ തരും. നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്ത് തരുമെന്ന് അള്ളാഹു പറയും. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ വരണ്ട കാലത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതിലും നമ്മുടെ പാപമോചനത്തിന്റെ പ്രാർത്ഥനയ്ക്കാണ് മുഖ്യം. അതുപോലെ മഴയിലൂടെ ലഭ്യമാകുന്ന വെള്ളം തഹൂറാണ്, ശുദ്ധിയുള്ളതാണ്, മുബാറക്കാണ്, അനുഗ്രഹീതമാണ് എന്നൊക്കെ അതിനെക്കുറിച്ചും പറഞ്ഞിട്ട് ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആൻ അതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അതുപോലെ മഴ നിശ്ചിതമായ ഒരു കണക്ക് പ്രകാരമാണ് അള്ളാഹു പെയ്യിക്കുന്നത് എന്ന് പറഞ്ഞു. സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്ത് സുഹ്റുഫിലും ഒക്കെ നമുക്ക് കാണാം. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ, ഒരു കണക്ക് പ്രകാരമാണ്. എന്നിട്ട് ഭൂമിയിൽ അതിനെ തങ്ങി നിൽക്കുന്നതാക്കി. വറ്റിച്ചു കളയാൻ തീർച്ചയായും അവൻ കഴിവുള്ളവനാണ്, ശക്തനാണ്. അതുപോലെ മഴ ഐഹിക ജീവിതത്തിന്റെ ക്ഷണികക്ക് ഉദാഹരണമായി, വളരെ ക്ഷണികമായ ജീവിതമാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടി അള്ളാഹു സൂറത്ത് യൂനുസിൽ ഭൂമിയെ അലങ്കരിച്ച് കമനീയമാക്കി. എന്നിട്ട് ഉടമസ്ഥർ ആ വിളവൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു പോയി. അപ്പോഴതാ അത് നിലനിന്നിട്ട്, അങ്ങനെ ഒരു കൃഷി നിലനിന്നിട്ടില്ലാത്ത വിധം അള്ളാഹു അതിനെ തരിസാക്കി മാറ്റി, ഉന്മൂലനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെയാണ് ഐഹിക ജീവിതം. അതുപോലെ മറ്റൊരു ഇടത്ത് കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഐഹിക ജീവിതത്തിന്റെ ക്ഷണികതക്ക് ഉദാഹരണം പറഞ്ഞുകൊണ്ട് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ പറയുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. വദരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ ആകാശത്ത് നിന്ന് സസ്യങ്ങൾ ഇടകലർന്നവൻ മുളച്ചു പൊന്തിക്കുന്നു. എന്നിട്ട് അത് നമ്മൾ ആഗ്രഹിക്കും, അതിന്റെ വിളവ് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ കാറ്റുകൾ കൊണ്ട് അത് പരത്തി നുറുമ്പാക്കി കളയുന്നു. അഴിലമു അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹ്വൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ആയത്തിൽ, തകാസുനും ബൈനക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ആയത്തിൽ, ഒരു മഴ പോലെയാണ് അത്. ഭൂമിയിൽ ഇങ്ങനെ കൃഷി ഉണ്ടാക്കും, കൃഷിക്കാരന് വലിയ ആഗ്രഹമുണ്ടാകും, അത്ഭുതം തോന്നും. പക്ഷേ അള്ളാഹു അതിനെ നുരുമ്പാക്കി മാറ്റും. അങ്ങനെ ജീവിതത്തിന്റെ
ക്ഷണികതയ്ക്ക് അള്ളാഹു മഴയെ ഉദാഹരിക്കുന്നു. അതുപോലെ സന്മാർഗം വിട്ട് ദുർമാർഗം വാങ്ങുന്ന കപട വിശ്വാസികളുടെ ഉപമയായി അള്ളാഹു മഴയെ ഉദാഹരിക്കുന്നുണ്ട്. അവരെ ഉപമിക്കാവുന്നത് സൂറത്തുൽ ബഖറയിൽ ആകാശത്തും ചൊരിയുന്ന ഒരു പേമാരിയെ പോലെയാണ്. അതോടൊപ്പം കൂരിരുട്ടും ഇടിമിന്നലും ഉണ്ട്. മരണം ഭയന്ന് അവർ വിരലുകൾ ചെവിയിൽ തിരുമ്പുന്നു. പക്ഷേ അള്ളാഹു കപട വിശ്വാസികളെ ആകമാനം വലയം ചെയ്തിരിക്കുകയാണ് എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് എടുത്തു പറഞ്ഞുകൊണ്ട് ശല്യമുണ്ടാക്കുന്നവരെ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നിഷ്ഫലമാക്കി കളയും എന്ന് പറയുന്നതിനും അള്ളാഹു മഴയെയാണ് ഉദാഹരിക്കുന്നത്. സൂറത്ത് ബഖറയിൽ തന്നെ 264, 265 ആയത്തുകളിൽ അല്പം മണ്ണ് മാത്രമുള്ള ഒരു പാറമേൽ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. എന്നിട്ട് ആ അധ്വാനത്തിന്റെ ഫലമൊന്നുമില്ലാത്ത വിധം അതൊക്കെ അള്ളാഹു ഒഴുക്കി വെറും മൊട്ടപ്പാറയാക്കി കളയുന്നു. അതുപോലെ അള്ളാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ട് നമ്മൾ സദഖ ചെയ്യുകയാണെങ്കിൽ ഉയർന്ന സ്ഥലത്തൊരു തോട്ടത്തിൽ ഒരു അല്പം മഴ പെയ്ത് എന്നാൽ പോലും അള്ളാഹു 2 ഇരട്ടി കായ്കനികൾ നിങ്ങൾക്ക് തരുന്നു എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സൃഷ്ടിയും വെള്ളത്തിൽ നിന്നാണെന്ന് അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ മഴയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ഖുർആനിൽ കാണാനാവും. എന്നാൽ ശാസ്ത്രം പഠിപ്പിക്കുകയല്ല ഇതുകൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശം. അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്താം. പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെ പിന്നിലുള്ള ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയണമെന്നാണ്. അഫ്റായത്തും മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നല്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത്? അം നഹ്നു മുൻസിലൂൻ, അല്ല നാമാണോ ഇറക്കിയത് എന്ന് അള്ളാഹു ചോദിക്കുന്നു. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, അള്ളാഹു ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടുന്ന് നീരാവിയായി പോകുന്നത് കടലിലെ ഉപ്പ് നിറഞ്ഞ ജലത്തിൽ നിന്നാണല്ലോ നീരാവിയായി പോകുന്നത്. അള്ളാഹു എന്നിട്ട് ശുദ്ധമായ ജലമാണ് നിങ്ങൾക്ക് തരുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും ഉപ്പാക്കുമായിരുന്നു, നിങ്ങൾക്ക് ചവർപ്പുള്ള ദുസ്സാദുള്ള ഉപ്പാക്കി മാറ്റുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നു. വെള്ളം ഭൂമിയേക്കാൾ സൂര്യന്റെ അടുത്തേക്ക് പോകുമ്പോൾ ചൂട് കൂടുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷേ മേഘങ്ങളിലെത്തുമ്പോൾ കാർമേഘങ്ങളായി അതിനെ തണുപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു മഴ പെയ്യിക്കുന്നത്. നിങ്ങൾ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ മനുഷ്യനെ മഴയിൽ കണ്ടെത്താനാവും. ഭൂമിയെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. എന്ത് ചണ്ടി ചവറുകൾ ഉണ്ടെങ്കിലും നമ്മളൊക്കെ കഴിഞ്ഞ തവണ നമ്മളൊരു കച്ചവടത്തെക്കുറിച്ചും തൊഴിലിനെ കുറിച്ചുമുള്ള ഹുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. ഓരോരുത്തരുടെയും വേസ്റ്റ് അവന്റെ ഉത്തരവാദിത്തമാണ് എന്ന്. ഈ ഓടകളിൽ കുത്തിത്തിരുക്കി കയറ്റുന്ന വേസ്റ്റ് പോലും ഈ മഴയാണ് അടിച്ചു കളയുന്നത്. അതുപോലെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു സംഗതി, മഴവെള്ളം തിരിച്ചുവിടുന്നത്, നമ്മളൊരു പ്രദേശത്ത് നമ്മളെ പറമ്പിൽ നിന്നും തിരിച്ചുവിടുന്നത് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാവാതെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഴക്കാല രോഗങ്ങൾ വരാതിരിക്കാൻ, കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ ഡ്രൈ ഡേ ഇതുപോലെയുള്ള മഴയില്ലാത്ത അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. മലിനജലം കെട്ടി നിൽക്കുന്നിടത്ത് നമ്മുടെ ശ്രദ്ധ ഉണ്ടാവേണ്ടത്, മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ ഈ മഴക്കാലത്തൊക്കെയുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുമഴ കൊള്ളുമായിരുന്നു അത്രേ. അള്ളാഹു എൻ്റെ നാഥങ്കിൽ നിന്നുള്ള സന്ദേശമാണ്, വർത്തമാനമാണ് എന്നൊക്കെ പറഞ്ഞ് മഴയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി നല്ല വിശ്വാസികളായി ജീവിക്കുക. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅത്തി വയനുസിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത് എന്ന് സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറയുന്നു. അവിടെയും മഴയെ ഉദാഹരിച്ചുകൊണ്ട് അന്ത്യസമയത്തെക്കുറിച്ച് നിങ്ങൾ അറിയില്ല, മഴ പെയ്യിക്കുന്നത് എപ്പോൾ എവിടെയാണ് എന്ന് നിങ്ങൾ അറിയില്ല, ഗർഭാശയങ്ങളിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ അറിയില്ല, എന്താണ് നാളെ പ്രവർത്തിക്കുന്നത്, ഏത് നാട്ടിൽ വെച്ചായിരിക്കും നിങ്ങളുടെ മരണം, ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മഴയെ അവിടെയും ഉദാഹരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മഴയെക്കുറിച്ച് മനസ്സിലാക്കുക. മഴ പോലെ മിസൈലുകളും ബോംബുകളും ഒക്കെ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അലിഫ് ലാം മീം വലിബത്തുർ റൂം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു റൂമിലെ 30-ാമത്തെ സൂറത്തിൽ ആദ്യം വചനം പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടു, പക്ഷേ 10 കുറഞ്ഞൊരു സംഖ്യയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അടുത്ത സാധനം തന്നെ നിങ്ങൾ ജയിക്കുകയും ചെയ്യും. മുസ്ലിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. നമ്മൾ
ഏതൊരു വിശ്വാസ വൈകല്യത്തിനെതിരെ ആയിരുന്നാലും, ഏതൊരു വിശ്വാസ വൈകല്യമുള്ള നാട്ടുകാരായിരുന്നാലും, അക്രമി രാഷ്ട്രം, തെമ്മാടി രാഷ്ട്രം, അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളൊക്കെ തള്ളിക്കളയുന്ന ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന്. അള്ളാഹു അവൻ്റെ നടപടിക്രമങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റി വിശ്വാസികളുടെ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ അവൻ നമുക്ക് പ്രാപ്തി നൽകുമാറാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇതുണ്ടാവണം എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളെ നല്ലവരിൽ ഉൾപ്പെടുത്തുകയും ഞങ്ങളുടെ മനസ്സിന് സദാ സംതൃപ്തിയും സമാധാനവും നൽകുകയും ചെയ്യണമേ നാഥ. ഞങ്ങളുടെ മക്കൾക്ക് പഠനത്തിൽ നല്ല ഉന്നതിയും ഈ അധ്യയന വർഷം അവർക്ക് അനുഗ്രഹത്തിൻ്റെതാക്കി മാറ്റുകയും ചെയ്യണമേ നാഥ. ക്യാമ്പസിൽ ഉണ്ടാകുന്ന അധാർമികതകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അതിനെതിരെ പ്രതികരിക്കാനും നന്മയിൽ മുന്നോട്ട് വരാനുമൊക്കെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നീ കെൽപ്പ് നൽകണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.